2022 ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന് അരങ്ങൊരുങ്ങി. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം ഒരു കായിക വേദി എന്നതിലുപരി വികാരങ്ങളുടെ ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. ഒരു വശത്ത് ഫുട്ബോൾ ഇതിഹാസം മെസ്സി തന്റെ കരിയറിലെ അവസാന മഹായുദ്ധത്തിനായി ബൂട്ടണിയുന്നു. മറുവശത്ത് ആ സിംഹാസനം പിടിച്ചെടുക്കാൻ കുതിച്ചെത്തുന്ന കരുത്തനായ യുവരാജാവ് കിലിയൻ എംബാപ്പയും സംഘവും. ക്രൊയേഷ്യയെ തകർത്ത് ഫൈനലിലെത്തുമ്പോൾ മെസ്സിയുടെ മുന്നിൽ വെല്ലുവിളിയായി നിന്നത് PSG-യിലെ തന്റെ സഹതാരം കിലിയൻ എംബാപ്പെ നയിക്കുന്ന കരുത്തരായ ഫ്രാൻസ് തന്നെയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ നിലവിലെ രാജാവായിരുന്നു മെസ്സി. എന്നാൽ ആ സിംഹാസനം പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്ന യുവരാജാവായിരുന്നു കിലിയൻ എംബാപ്പെ. രണ്ടുപേരും ഒരേ ക്ലബ്ബായ PSG-യിൽ ഒരുമിച്ചു കളിക്കുന്നവരാണ്. എംബാപ്പയുടെ വേഗതയും കരുത്തും മെസ്സിയുടെ അനുഭവസമ്പത്തും ബുദ്ധിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് സഹതാരത്തോടാണ് കരിയറിലെ ഏറ്റവും വലിയ മത്സരത്തിൽ മെസ്സിക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത് എന്നത് ആ പോരാട്ടത്തിന്റെ തീവ്രത കൂട്ടി. 2018 റഷ്യൻ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയെ പുറത്താക്കിയത് ഫ്രാൻസ് ആയിരുന്നു. അന്ന് വെറും 19 വയസ്സ് മാത്രമുണ്ടായിരുന്ന എംബാപ്പെ ഇരട്ട ഗോളുകളിലൂടെ മെസ്സിയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തകർത്തു. ആ തോൽവിക്ക് പകരം ചോദിക്കാനുള്ള അവസാന മത്സരമായിരുന്നു മെസ്സിക്ക് ആ ഫൈനൽ. തന്റെ കരിയർ അവസാനിപ്പിക്കും മുൻപ് ഫ്രാൻസിനോടുള്ള ആ പഴയ കണക്ക് തീർക്കാൻ മെസ്സി കാത്തിരിക്കുകയായിരുന്നു. ആ ഫൈനലിന് മുൻപ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പമായിരുന്നു. ലോകകപ്പ് കിരീടത്തിന് പുറമെ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ, ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് എന്നിവയ്ക്ക് വേണ്ടിയുള്ള നേരിട്ടുള്ള മത്സരം കൂടിയായിരുന്നു അത്. ഫുട്ബോൾ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്ന്. ഫ്രാൻസ് അപ്പോഴത്തെ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായിരുന്നു. തുടർച്ചയായി 2 ലോകകപ്പ് നേടിയ പെലെയുടെ ബ്രസീലിന് ശേഷം ആ നേട്ടം കൈവരിക്കുന്ന ടീമായി മാറാനായിരുന്നു ഫ്രാൻസിന്റെ ശ്രമം. മറുവശത്ത് തന്റെ അവസാന മത്സരത്തിൽ കിരീടം നേടി മറഡോണയുടെ പിൻഗാമിയാകാൻ മെസ്സിയും സംഘവും. ചുരുക്കത്തിൽ ക്ലബിൽ തോളോട് തോൾ ചേർന്ന് പോരാടുന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനായി പരസ്പരം ശത്രുക്കളായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലുസൈൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ ആ മത്സരത്തിനായി കാത്തിരുന്നു. ഡിസംബർ 18 ആ ഉച്ചതിരിഞ്ഞ നേരം ലുസൈൽ സ്റ്റേഡിയത്തിൽ ആവേശം തിരതല്ലുകയാണ്. അർജന്റീനയിലെ ഓരോ തെരുവും നിശബ്ദമായി. ജനങ്ങൾ പ്രാർത്ഥനയോടെ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്നു. അത് വെറുമൊരു കിരീടത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസത്തിന് കാലം കാത്തുവച്ച നീതി നടപ്പിലാകുമോ? അതോ 2014 ആ വിധി ആവർത്തിക്കപ്പെടുമോ? ഈ ആശങ്കകളായിരുന്നു ഓരോ അർജന്റീനക്കാരിലും. മറഡോണയ്ക്ക് ശേഷം തങ്ങളെ നയിക്കാൻ വന്ന മിഷിഹ കരിയറിന്റെ സായാഹ്നത്തിൽ ഒരു ദൈവത്തെപ്പോലെ മടങ്ങുന്നത് കാണാൻ ആ രാജ്യം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു. മറുവശത്ത് ഫ്രഞ്ച് പടയൊരുക്കം ഭയാനകമായിരുന്നു. അതിവേഗത്തിൽ ആക്രമിച്ചു കയറുന്ന നീലപ്പടയ്ക്ക് മുന്നിൽ മെസ്സിയുടെ ചുറ്റുമുള്ള ആ യുവസൈന്യം എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്ന് പലരും സംശയിച്ചു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മൈതാനത്തേക്ക് ഇറങ്ങുന്ന മെസ്സിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അത് ശാന്തനായ മെസ്സിയുടേതായിരുന്നില്ല. മറിച്ച് തന്റെ അവസാന യുദ്ധത്തിനായി സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുന്ന ഒരു യോദ്ധാവിൻ്റെതായിരുന്നു. റഫറി തന്റെ വിസിൽ ചുണ്ടോട് ചേർത്തപ്പോൾ
ഭൂമിയിലെ സകല ചലനങ്ങളും ആ ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങിയതുപോലെ. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ അർജന്റീന ഒരു വന്യമൃഗത്തെപ്പോലെ ഫ്രാൻസിന് മേൽ ഇരച്ചു കയറി. കിരീടം നിലനിർത്താൻ വന്ന ഫ്രഞ്ച് പടയെ വിറപ്പിച്ചുകൊണ്ട് അർജന്റീനിയൻ താരങ്ങൾ മൈതാനം നിറഞ്ഞു കളിച്ചു. 23-ാം മിനിറ്റിൽ സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായ നിമിഷം. ഏഞ്ചൽ ഡി മരിയയെ ബോക്സിനുള്ളിൽ ഉസ്മാൻ ഡെംബേലെ വീഴ്ത്തിയപ്പോൾ റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ മെസ്സിയുടെ ഇടങ്കാലിലേക്ക് ചുരുങ്ങി. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിലൊരാളായ ഹ്യൂഗോ ലോറിസിനെ നിഷ്പ്രഭനാക്കി പന്ത് വലയുടെ വലതുമൂലയിൽ തറച്ചപ്പോൾ ലുസൈൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. സ്കോർ 1-0. ആദ്യ ഗോളോടെ ആത്മവിശ്വാസം വാനോളമുയർന്ന അർജന്റീന 36-ാം മിനിറ്റിൽ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീം ഗോളുകളിൽ ഒന്നിന് പിറവി നൽകി. മെസ്സിയുടെ ഒരു മാന്ത്രിക ടച്ചിൽ നിന്ന് തുടങ്ങിയ നീക്കം ജൂലിയൻ അൽവാരസിലൂടെയും മാക് അലിസ്റ്ററിലൂടെയും ബോക്സിന്റെ മറുവശത്ത് കുതിച്ചെത്തിയ ഏഞ്ചൽ ഡി മരിയയുടെ കാലുകളിലെത്തി. കൃത്യമായ ഫിനിഷിംഗിലൂടെ ഡി മരിയ പന്ത് വലയിലാക്കിയപ്പോൾ അർജന്റീന എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിലെത്തി. ഗാലറിയിലേക്ക് നോക്കി ഡി മരിയ കണ്ണീരണിയുമ്പോൾ അർജന്റീന കിരീടമുറപ്പിച്ചു എന്ന് ലോകം വിശ്വസിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഫ്രാൻസിന് ഒരു ഷോട്ട് പോലും എടുക്കാൻ സാധിച്ചിരുന്നില്ല. മെസ്സി തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്ന നേട്ടത്തിന് തൊട്ടരികിലെത്തി നിൽക്കുന്നു. എന്നാൽ വിധി അവിടെ മറ്റൊരു തിരക്കഥ തയ്യാറാക്കിയിരുന്നു. 80 മിനിറ്റുകൾ വരെ മത്സരത്തിൽ എവിടെയുമില്ലാതിരുന്ന കിലിയൻ എംബാപ്പെ എന്ന കൊടുങ്കാറ്റ് അപ്രതീക്ഷിതമായി വീശിയടിച്ചു. നിമിഷങ്ങളുടെ ഇടവേളയിൽ അർജന്റീനയുടെ പ്രതിരോധത്തെ തകർത്ത് എംബാപ്പെ 2 ഗോളുകൾ നേടി. വെറും 97 സെക്കൻഡിനിടെ സ്കോർ 2-2. ലുസൈലിലെ ആ നീലക്കടൽ പെട്ടെന്ന് നിശബ്ദമായി. 2014-ലെ ആ പഴയ മുറിവ് മെസ്സിയുടെ മനസ്സിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോയിട്ടുണ്ടാകണം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. ഓരോ നിമിഷവും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച ആ പോരാട്ടത്തിന്റെ 108-ാം മിനിറ്റിൽ മെസ്സി വീണ്ടും അവതരിച്ചു. ലൗട്ടാരോ മാർട്ടിനസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ തടുത്തപ്പോൾ റീബൗണ്ട് വന്ന പന്ത് മെസ്സി വലയിലേക്ക് തള്ളിവിട്ടു. അർജന്റീന 3, ഫ്രാൻസ് 2. പക്ഷേ നാടകം അവിടെയും കഴിഞ്ഞില്ല. എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി എംബാപ്പെ തന്റെ ഹാട്രിക് തികച്ചു. സ്കോർ 3-3. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഫ്രാൻസിന്റെ കോലോ മുവാനി അർജന്റീനയുടെ ഗോൾ മുഖത്ത് പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ചെത്തി. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ അവിടെ ഇതിഹാസം രചിച്ചു. മുവാനിയുടെ വെടിയുണ്ട പോലെയുള്ള ഷോട്ട് തന്റെ ഇടതുകാലുകൊണ്ട് തടയുമ്പോൾ മാർട്ടിനസ് രക്ഷിച്ചത് ഒരു ജനതയുടെ ആയുഷ്കാല സ്വപ്നങ്ങളെ കൂടിയായിരുന്നു. റഫറിയുടെ ലോങ് വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡ് 3-3. വിധി നിർണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് എന്ന അഗ്നി പരീക്ഷയിലേക്ക് ലുസൈൽ സ്റ്റേഡിയം വഴിമാറി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ആരവങ്ങളും ആർപ്പുവിളികളും അലതല്ലുകയാണ്. 120 മിനിറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ വിധി നിർണയിക്കാൻ ലോകമാകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അർജന്റീനയുടെ ഗോൾ വലയ്ക്ക് മുന്നിൽ ഒരു വന്യമൃഗത്തെപ്പോലെ എമിലിയാനോ മാർട്ടിനസ് തയ്യാറെടുത്തു കഴിഞ്ഞു. ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കെടുക്കാൻ വന്നത് കിലിയൻ എംബാപ്പെ. അയാൾ ഇതിനോടകം തന്നെ 3 ഗോളുകൾ നേടിക്കഴിഞ്ഞു. 4ാം തവണയും എംബാപ്പെ പന്ത് വലയിലെത്തിച്ചു. സമ്മർദ്ദം മുഴുവൻ അർജന്റീനയുടെ ചുമലിൽ. ആദ്യ കിക്കെടുക്കാൻ വരുന്നത് സാക്ഷാൽ ലയണൽ മെസ്സി. കോടിക്കണക്കിന് മനുഷ്യർ ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം. സ്വതസിദ്ധമായ ശൈലിയിൽ മെസ്സി പന്ത് വലയുടെ ഇടതുമൂലയിലേക്ക് പതുക്കെ ഉരുട്ടിവിട്ടു. സ്കോർ 1-1. പിന്നീട് ലുസൈൽ സാക്ഷ്യം വഹിച്ചത് എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ അമാനുഷിക പ്രകടനത്തിനായിരുന്നു. കിങ്സ്ലി കോമാന്റെ ഷോട്ട് മാർട്ടിനസ് തടഞ്ഞിട്ടപ്പോൾ അർജന്റീനയുടെ ആത്മവിശ്വാസം വാനോളമുയർന്നു. തൊട്ടു പിന്നാലെ വന്ന പൗലോ ഡിബാല അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഫ്രാൻസിന്റെ ചൗമേനിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയതോടെ അർജന്റീന കിരീടത്തിന് തൊട്ടരികിലെത്തി. ലിയാൻഡ്രോ പരേഡസ് കൂടി ലക്ഷ്യം കണ്ടതോടെ ലുസൈലിലെ ഗ്യാലറി ഇളകി മറഞ്ഞു. ഒടുവിൽ ആ നിർണായക നിമിഷം. ഗോൺസാലോ മോണ്ടിയൽ എന്ന താരം അവസാന കിക്കെടുക്കാൻ നടന്നുവരുന്നു. മോണ്ടിയലിന്റെ കിക്ക് വലയിൽ തറച്ച ആ സെക്കൻഡിൽ കമന്റേറ്റർമാർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, മെസ്സി ഹാസ് കോൺകേർഡ് ദ വേൾഡ്. മെസ്സി ലോകം കീഴടക്കിയിരിക്കുന്നു. 17 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമം. എണ്ണമറ്റ പരിക്കുകൾ, തോൽവികൾ, പരിഹാസങ്ങൾ എല്ലാത്തിനും ആ പുൽമൈതാനത്ത് മറുപടി നൽകിക്കൊണ്ട് മെസ്സി തളർന്നിരുന്നു. സഹതാരങ്ങൾ ഓടിയെത്തി മെസ്സിയെ കെട്ടിപ്പിടിച്ചു. ലോകം മുഴുവൻ ആ നീലയും വെള്ളയും ജേഴ്സിക്കാരെ നോക്കി കൈയടിച്ചു. കരിയറിൽ ഉടനീളം രാജ്യത്തിനു വേണ്ടി കിരീടം നേടുന്നില്ല എന്ന ആ പഴയ പരിഹാസങ്ങളെ അയാൾ കണ്ണുനീരിൽ ഒഴുക്കിവിട്ടു. മെസ്സിയുടെ കുടുംബം വികാരാധീനരായി. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് മുതൽ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ആ രാത്രി മെസ്സി എന്ന മന്ത്രം മുഴങ്ങിക്കേട്ടു. അത് വെറുമൊരു ഫുട്ബോൾ കിരീടമായിരുന്നില്ല. മറിച്ച് തോൽവികളിൽ തളരാതെ പോരാടുന്ന ഒരു മനുഷ്യന് കാലം കാത്തുവെച്ച നീതിയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിലും ദാരിദ്ര്യത്തിലും തളർന്ന ഒരു രാജ്യത്തിന് മെസ്സിയും സംഘവും സമ്മാനമായി നൽകിയത് വർഷങ്ങളായി അവരാഗ്രഹിച്ച വിജയമായിരുന്നു. സമ്മാനദാന ചടങ്ങിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിഗത പുരസ്കാരമായ ഗോൾഡൻ ബോൾ 2ാം തവണയും മെസ്സിയെ തേടിയെത്തി. എന്നാൽ ഇത്തവണ 2014-ലെ ആ പഴയ നിരാശ അയാളുടെ മുഖത്തില്ലായിരുന്നു. പുഞ്ചിരിയോടെ ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുമ്പോൾ മെസ്സി ആ സ്വർണ്ണ കിരീടത്തിനരികിൽ ഒന്നു നിന്നു. വശ്യമായ ഒരു ചിരിയോടെ ആ സ്വർണ്ണക്കപ്പിൽ അയാൾ ചുംബിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രണയാതുരമായ ദൃശ്യം. ഒടുവിൽ ആ നിമിഷമെത്തി. ഖത്തറമീർ മെസ്സിയെ ബിഴ്സ് എന്ന കറുത്ത രാജകീയ വസ്ത്രമണിയിച്ചു.
ഫുട്ബോൾ ലോകത്തെ രാജാവായുള്ള സിംഹാസനാരോഹണം ആരംഭിക്കുകയായി. ലുസൈലിലെ ആകാശം പടക്കങ്ങളുടെ വർണ്ണക്കാഴ്ചകളാൽ നിറഞ്ഞു. 1986 മറഡോണ ചെയ്തത് 2022 മെസ്സി പൂർത്തിയാക്കി. കൈകളിലേന്തിയ ആ വിശ്വകിരീടം മെസ്സി വാനിലേക്ക് ഉയർത്തിയപ്പോൾ കരിയറിലെ 1003 മത്സരങ്ങൾ, എണ്ണമറ്റ ഗോളുകൾ, 7 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ, ഇതെല്ലാം ആ ഒരു സ്വർണ്ണക്കപ്പിന് മുന്നിൽ വഴിമാറി നിന്നു. ലുസൈൽ സ്റ്റേഡിയം ഇളകി മറഞ്ഞു. മെസ്സിയെ തോളിലേറ്റിക്കൊണ്ട് സെർജിയോ അഗ്യൂറോ മൈതാനത്തെ വലം വച്ചു. 1986 മറഡോണയെ മെക്സിക്കോയിലെ ആസ്ടെക്ക സ്റ്റേഡിയത്തിൽ തോളിലേറ്റിയ അതേ ദൃശ്യത്തിന്റെ പുനരാവിഷ്കാരം. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലെ ഒബലിസ്ക് സ്മാരകത്തിനു ചുറ്റും ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. അത് വെറുമൊരാഘോഷമായിരുന്നില്ല, ഒരു ജനതയുടെ വീണ്ടെടുപ്പായിരുന്നു. 2016 ചിലിയോട് തോറ്റ് കണ്ണീരോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിടത്തു നിന്നും ഖത്തറിലെ ലോക കിരീടം ചൂടിയ മെസ്സിയിലേക്കുള്ള ദൂരം വെറും 6 വർഷമായിരുന്നില്ല. മറിച്ച് അതൊരു ജന്മത്തിന്റെ മുഴുവൻ പോരാട്ടമായിരുന്നു. തന്റെ രാജ്യത്തെ ജനങ്ങൾ തന്നിലർപ്പിച്ച അമിതഭാരം ചുമന്ന് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് അയാൾ പട നയിച്ചു കയറുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബായ ബാഴ്സലോണയിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വന്നപ്പോഴും ദേശീയ ടീമിലെ പരാജയങ്ങളിൽ തകർന്നു പോയപ്പോഴും മെസ്സി എന്ന പ്രതിഭയെ ലോകം സ്നേഹിച്ചുകൊണ്ടിരുന്നു. ലുസൈലിലെ ആ പുൽമൈതാനത്ത് അയാൾ ആ സ്വർണ്ണക്കപ്പുമായി ഇരിക്കുമ്പോൾ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന് ലഭിച്ച ഏറ്റവും വലിയ നീതിയായിരുന്നു അത്. കളിയെന്നതിലുപരി മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിയ മിശിഹായ്ക്ക് കാലം കാത്തുവച്ച ആദരം. ലുസൈലിലെ ആ രാത്രി അവസാനിക്കുമ്പോൾ മെസ്സി എന്ന നാമം കാലഹരണപ്പെടാത്ത ഒരു ചരിത്രമായി മാറി. ഫുട്ബോൾ അതിന്റെ പൂർണ്ണത കണ്ടെത്തിയ നിമിഷം. കാൽപന്ത് കളിയിൽ ഇനി മെസ്സിക്ക് കീഴടക്കാൻ ആകാശങ്ങളില്ല, തെളിയിക്കാൻ സിദ്ധാന്തങ്ങളില്ല. തന്റെ കരിയറിലെ 1003ാമത്തെ മത്സരത്തിൽ 5ാം ലോകകപ്പ് ശ്രമത്തിൽ ആ മാന്ത്രികൻ തന്റെ നിയോഗം പൂർത്തിയാക്കി. ഫുട്ബോൾ ചരിത്രത്തിൽ മെസ്സിക്ക് മുൻപും മെസ്സിക്ക് ശേഷവുമെന്ന് കാലം രേഖപ്പെടുത്തപ്പെടും. അയാൾ പെയ്തിറങ്ങിയ പുൽമൈതാനങ്ങളിൽ ഇനി കവിതകൾ ബാക്കിയുണ്ടാകില്ല. കാരണം അയാൾ തന്നെയായിരുന്നു ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ കവിത. വിടവാങ്ങൽ പ്രസംഗങ്ങൾക്കും വിശകലനങ്ങൾക്കുമപ്പുറം നീലയും വെള്ളയും ജേഴ്സിയിൽ ആ സ്വർണ്ണക്കപ്പുമായി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം കാലം അതിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരം, അനഭിഷിക്തനായ രാജാവ്, കാൽപന്തിന്റെ മിശിഹ ലയണൽ ആൻഡ്രേസ് മെസ്സി.